നമുക്ക് നോക്കാം. അടുത്ത 48 അവേഴ്സിൽ, അടുത്ത 48 മണിക്കൂറിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ടാവുന്നു. ഞാൻ ഷഫിൾ ചെയ്തിട്ട് 3 കാർഡ് എടുക്കും കേട്ടോ. അതിലൊന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് നോക്കാം എന്തായിരിക്കും അവരുടെ ആക്ഷൻ എന്നുള്ളത്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആക്ഷൻ അടുത്ത 48 മണിക്കൂറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതെന്തായിരിക്കും എന്നൊന്ന് പറഞ്ഞിട്ട് പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. കാർഡ് 1, കാർഡ് 2, 3. മൂന്നിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തോളൂ. 1, 2, 3. ആദ്യത്തെ കാർഡ് നോക്കാം. യെസ്, തീർച്ചയായും നിങ്ങളുമായിട്ടൊരു റൊമാൻറ്റിക് ബിഗിനിങ് വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു പ്രപ്പോസൽ വെക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിക്കാൻ അവർ ആഗ്രഹിക്കും എന്ന് കാണുന്നു. അടുത്ത 48 മണിക്കൂറിൽ നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യും അവർ കേട്ടോ. അവരുടെ സ്നേഹം വെളിപ്പെടുത്തും, വളരെ തീവ്രമായി സ്നേഹം പ്രകടിപ്പിക്കുമെന്നാണ് കാണുന്നത്. കാർഡ് നമ്പർ 2 കാർക്ക് നിങ്ങളുടെ സമയം മാറി വരുന്നതായി കാണുന്നു. നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലോ ഒരു ടെമ്പററി സെപ്പറേഷനിലോ ഒക്കെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അന്വേഷിച്ച് വരുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു ഗുഡ് ലക്ക് സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ഈ അവസ്ഥ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, കാർഡ് നമ്പർ 3 കാർക്ക് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്സ് ഇടാൻ തയ്യാറാവുമെന്നാണ് കാണുന്നത്. ഓക്കെ, അടുത്ത 48 മണിക്കൂറിൽ യാതൊരു ആക്ഷനും എടുക്കാതെ മിണ്ടാതിരുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു എഫേർട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അവർ തയ്യാറാവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സംസാരിക്കാമെന്നോ, സംസാരിച്ച് തീരുമാനിക്കാമെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, ഈവൻ പാരൻ്റൽ പ്രഷറൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പോൾ കരിയർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സൈഡ് ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനോ എല്ലാം അവർ തയ്യാറാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. 3